ഹലോ, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം. കൂടെ മനസ്സ് നിറയെ പ്രണയവുമായി ഞാൻ റീനു. അരിയ നിൻ കാലൊച്ച ചൊല്ലിയ മന്ത്രത്തിൻ പൊരുളറിയാതെ ഞാൻ നിന്നു. നിഴലുകൾ കളമെഴുതുന്നൊരൻ മുന്നിൽ മറ്റൊരു സന്ധ്യയായി നീ വന്നു. പ്രണയത്തെക്കുറിച്ച് എഴുതിയ ഒരുപാട് വരികളും ഈ സന്ധ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പിക്ചറും എല്ലാം കാണും കേട്ടോ. ഒരു സന്ധ്യയായി നീ വന്നു എന്ന് പറയുമ്പോൾ അതിസുന്ദരിയായി അല്ലെങ്കിൽ സുന്ദരനായി നീ വന്നു എന്നാണല്ലോ നമ്മൾ ഉപമിക്കുന്നത്. സന്ധ്യ ഈസ് സോ ബ്യൂട്ടിഫുൾ എന്ന്. ഈവൻ ഐ ലൈക്ക് ഈവനിങ്സ്. ആ സമയത്ത് സൂര്യനൊക്കെ താഴുന്ന ആ സമയത്ത് എനിക്ക് തോന്നുന്നു നമുക്കൊരു ഭയങ്കര ശാന്തിയാണ് കിട്ടുന്നത്. എല്ലാം ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. മനസ്സിൽ ഭയങ്കര ഒരു സ്വസ്ഥത. പ്രണയം നമുക്ക് തരേണ്ടതും ഈ ഒരു സ്വസ്ഥതയാണ്. നമ്മളാകുന്ന രീതിയിൽ സന്തോഷിക്കുന്ന ഒരവസ്ഥ. എത്ര പേർക്ക് കിട്ടാറുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും കിട്ടിയിട്ടുള്ള ഒരുപാട് ഭാഗ്യവാന്മാരുണ്ട്. കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മളൊക്കെ വീണ്ടും വീണ്ടും പ്രണയിക്കും, പ്രണയത്തിലാകാൻ ആഗ്രഹിക്കും, പ്രണയത്തെ പ്രണയിക്കും. അങ്ങനെയുള്ള എല്ലാവർക്കുമായി ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. Love is like a river. It will cut a new path whenever it meets an obstacle. പ്രണയം ഒരു നദി പോലെയാണ്. എവിടെയൊക്കെ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടോ അവിടെ ഒരു പുതിയ പാത കണ്ടുപിടിക്കുമെന്ന്. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. കൂടെ റീനു. പ്രണയത്തിൻ്റെ കാര്യത്തിൽ എത്ര ശരിയാ. നമ്മൾ മീറ്റ് ചെയ്യുന്ന കാര്യം തന്നെ ഒന്ന് ആലോചിച്ചേ. ഒരു സ്ഥലത്ത് നമ്മൾ സ്ഥിരമായി മീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലായി അവിടെ ചെന്നാൽ നമ്മളെ പിടിക്കും, ആ വഴി പോയാൽ ശരിയാവത്തില്ല. ഉടനെ നമ്മൾ അടുത്ത വഴി കണ്ടുപിടിക്കും. ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഫോൺ ചെയ്യാണ്, ഒരു നമ്പർ നമ്മുടെ പിടിച്ചു, നമ്മൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ അടുത്ത നമ്പർ എടുക്കും. ഒരു മൊബൈൽ പോയി അടുത്ത മൊബൈൽ മേടിച്ചു. ഇതാണ് പ്രണയത്തിൻ്റെ കളി. ഇതൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഇനി അല്ലെങ്കിൽ തന്നെ പ്രണയത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് നമ്മൾ മുന്നേറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മുന്നേറുന്നവരാണ് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും, അല്ലേ? അതെ, ചെയ്യേണ്ട കാര്യം ചെയ്തോ. ഫേസ്ബുക്കിൽ പോയോ? അവിടെ ലോഗിൻ ചെയ്തിട്ട് ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ എൻ്റെ ചോദ്യത്തിന് ഉത്തരം തരണം. ഞാൻ കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. അതെ മോളൂട്ടി, നാളെ രാവിലെ സന്ദീപ് ചേട്ടൻ ലെറ്റർ കൊണ്ടുവരും, വാങ്ങണേ. ഗുഡ് നൈറ്റ് മോളൂട്ടി, ഉമ്മ എന്ന ലിജൻ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. കൊള്ളാലോ മിടുക്ക, എങ്ങനെയാണോ പറയുന്നത്? ലെറ്റർ കൊണ്ടുപോകുന്ന ഈ സന്ദീപ് ചേട്ടൻ ആരാണാവോ? ഒരു ഉഗ്രൻ ഹംസ ആണോ? പിന്നെ എൻ്റെ മനുവേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയില്ല മനുവേട്ടന് എന്നെ ഇഷ്ടമാണോ എന്ന്. മനുവേട്ടൻ കേൾക്കുന്നുണ്ടെന്ന പ്രതീക്ഷയോടെ ഒരുപാട് ഇഷ്ടത്തോടെ റഫീനെ ഞാൻ അങ്ങനെ കുറ്റം പറയത്തില്ല. ബിക്കോസ് ഈ ഒരു പേടി കൊണ്ടാണ് നമ്മളെല്ലാവരും പ്രണയം തുറന്ന് പറയാതെ. അയാൾക്ക് ഇഷ്ടമാവോ, അയാൾ എന്തായിരിക്കും തിരിച്ച് പറയണേ എന്നാൽ അറിയിക്കാതിരിക്കാൻ പറ്റത്തുമില്ല. ഇതിങ്ങനെ മനസ്സിൽ എത്ര നാളെ തിങ്ങി വിങ്ങി നിൽക്കുക, എങ്ങനെയും അറിയിക്കണ്ടേ. സോ മനുവേട്ട റഫിയ പറഞ്ഞിട്ടുണ്ട് മനുവേട്ടന് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. മനുവേട്ടൻ കേൾക്കുന്നുണ്ടെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റഫിയയുടെ ലെറ്ററിൻ്റെ അവസാനത്തെ 4 അക്കങ്ങൾ പറയാം. 0635. ഓക്കെ, റസിയയുടെ ലെറ്ററിൻ്റെ ലാസ്റ്റ് ലെറ്റേഴ്സ്, റസിയയുടെ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് ലെറ്റേഴ്സ് 0635. ഇതിൽ കൂടുതൽ പറ്റത്തില്ലേ? ഐ ലവ് യു അജിയേട്ട എന്ന് അജിയേട്ടൻ്റെ മാത്രം നീനുമോൾ. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് ഇങ്ങനെ മെസ്സേജസ് അയക്കണ്ടേ? ഇത് ഡെഡിക്കേഷൻ ഡേ ആണ്, അയച്ചോളൂ. നമ്പർ 567678. ഫോമാറ്റ് ക്ലബ് C സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. 11th തുടങ്ങിയ ഇഷ്ടം പറയാതെ 10 വർഷം കഴിഞ്ഞാണ് തുറന്നു പറഞ്ഞത്. ഞാനും എൻ്റെ ബിൻസി ചായനും. സൗദിയിലുള്ള എൻ്റെ പൊന്നെ, വേഗം നാട്ടിലേക്ക് വരണേ, കാണാൻ കൊതിയാവുന്നു. വാവൂസ്, ഞാൻ കാത്തിരിക്കുന്നു, മിസ്സിങ് യു എ ലോട്ട് എന്ന് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ മെസ്സേജ് വന്നിരിക്കുന്നു. വാവൂസ് പേര് പറഞ്ഞിട്ടില്ല കേട്ടോ, കള്ളി. അല്ല, ഈ 11th തുടങ്ങിയ ഇഷ്ടം പറയാനായിട്ട് 10 വർഷം കാത്തിരുന്ന് എന്തിനാ? അതുപോലെ ഈ 10 വർഷം കാത്തിരുന്നിട്ടും ഇയാളെ തന്നെ കിട്ടിയത് വലിയ ഭാഗ്യമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കാത്തിരുന്ന യൂഷ്വലി കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കുത്തി പോകാറാണ് പതിവ്. പിന്നെ ജീക്സ്, ഐ ലവ് യു സോ മച്ച്, ഐ മിസ് യു സോ മച്ച് ഡിയർ, ഗുഡ് നൈറ്റ് മേരി ജാൻ, സാസ് മേ തേരി സാസ് മിലേ തോ മുझे സാസ് ആയേ. ഓ, പാടുമായിരുന്നു വേണ്ടേ അല്ലേ? ശ്രീയാണ് അയച്ചിരിക്കുന്നത്. പിന്നെ ഹായ് റീന ചേച്ചി, എൻ്റെ പേര് ആദിത്യ, ഐ ലവ് മൈ വിഘ്നേഷ് ചേച്ചി, എനിക്ക് ഒരു പാട്ട് വെച്ച് തരാമോ? ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പം തന്നെ വെച്ച് തരല്ലേ. ഇതുപോലെ നിങ്ങൾ പാട്ട് ചോദിച്ചോളൂ 567678 ഫോമാറ്റ് ക്ലബ് C സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.